എനിക്ക് തോന്നുന്നു ഫസ്റ്റായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് ഇമോഷണൽ അവൈലബിലിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് എപ്പോഴും കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കുമ്പം അവർ ഇമോഷണൽ അവൈലബിൾ ആയിരിക്കും പാരൻസ് എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ശരിയായത് എനിക്ക് തോന്നുന്നു ഇമോഷണൽ അവൈലബിലിറ്റി ഒരു വലിയ ഫാക്ടർ തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ. അതിനേക്കാൾ പ്രധാനമാണ് അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ഇമോഷണൽ അപ്ബ്രിങ്ങിങ്ങിന് ആവശ്യമായ കാര്യങ്ങളാണ്. അവൈലബിലിറ്റി മീൻസ് ആ കുട്ടിയുടെ നീഡിനനുസരിച്ചിട്ട് അതിൻ്റെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിൽ അതിനെ നർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായി വരുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരു പ്രൊവൈഡർ അനിവാര്യമാണ്. അത് ഏറ്റവും നല്ല പ്രൊവൈഡർ അമ്മ തന്നെയാണ്. നമുക്ക് അതിന് താഴെയാണ് മറ്റാരും. കാര്യം അത്രയും ബയോളജിക്കലി കണക്റ്റഡ് ആയത് കൊണ്ട് തന്നെ കുട്ടിയുടെ ഇമോഷണൽ സപ്പോർട്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത് അമ്മയിൽ നിന്ന് തന്നെയാണ്. അവൈലബിലിറ്റി നമുക്ക് സാധ്യമായാൽ ഇമോഷണൽ അവൈലബിലിറ്റി പതിയെ സാധ്യമാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇമോഷണൽ അവൈലബിലിറ്റി ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധ്യമായെന്ന് വരില്ല. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കത് നേരിട്ട് തന്നെ ഇരിക്കണം എന്നുമില്ല. ഇപ്പം ഒരുപാട് പാരന്റ്സ് ഇപ്പം ദൂരെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, എപ്പോഴും കുട്ടിയുടെ അടുത്തുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം അങ്ങനെയുള്ള പാരന്റ്സിന് ഇമോഷണലി അവൈലബിൾ ആവാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതാണ് അവർക്ക് അവരുടെ കുട്ടിയുടെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടല്ലോ, എസ്പെഷ്യലി അവരുടെ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് എന്നുള്ള ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ കുട്ടിയുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഐ സേ അവൈലബിലിറ്റി. ആ കുട്ടി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം നമ്മൾ കൂടെ ഉണ്ട് എങ്കിൽ ശേഷം നമുക്ക് ഏത് ദൂരത്തിരുന്നും കുട്ടിയെ കണക്ട് ചെയ്യാം. ഒരു പ്രായം കഴിയുന്നത് വരെ ഉദ്ദേശിക്കുന്നത്. ആ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എനി ഫാർ. ദാറ്റ് മീൻസ് എത്ര ദൂരത്തിലിരുന്ന് നമുക്ക് അത്രയും കണക്റ്റഡ് ആയ മനുഷ്യരുന്ന് വേണമെങ്കിൽ നമുക്ക് കോളിലൂടെയോ നിരന്തരമായ വീഡിയോ കോളിലൂടെയോ സംസാരത്തിലൂടെയോ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇടക്ക് ഒരു ഇൻറ്റർമീഡിയറ്റ് മീറ്റിങ്ങുകളോ ഒക്കെ ആയി വെച്ച് നമുക്ക് സാധ്യമാകും. പക്ഷെ പലപ്പോഴും അത് ഹസി സൂചിപ്പിച്ച പോലെ ആ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജിലുള്ള അവൈലബിലിറ്റി പലരും നടക്കാറില്ല. അത് ഒരു ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, അപ്പം ഇപ്പം പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പാരന്റ്സ് കൂടെ തന്നെ ഉണ്ടായാൽ ഇമോഷണലി അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണ ഒന്ന് അത് ഉള്ളത് കൊണ്ട് ഇമോഷണലി അവൈലബിൾ ആകണമെന്നില്ല എന്നല്ല സൂചിപ്പിച്ചു വന്നു. തീർച്ചയായിട്ടും അപ്പോൾ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസൻസ് ആണ് അവിടെ അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പല വിധത്തിലുള്ള കൺസേണുകൾ ഉണ്ടാവുമല്ലോ റിഗാർഡിങ് നമ്മളെ മിസ്ഡയറക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്, എസ്പെഷ്യലി ഗാഡ്ജറ്റ്സ് ഒക്കെ. ഓക്കെ, സോ നമ്മുടെ പ്രസൻസിനെ ഡീവിയേറ്റ് ചെയ്യിക്കുന്ന ഈ ഫാക്ടറുകളിൽ നിന്ന് പുറത്ത് കിടന്ന് കുട്ടിക്ക് നമ്മളെ കൊടുക്കാനായിട്ട് സാധിക്കുക. ഇതാണ് അവൈലബിലിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കുട്ടിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ, ബോണ്ടിങ്, ഹൗ ടു കണക്ട് വിത്ത്, എങ്ങനെയാണ് ഞാൻ ഇയാളുമായി കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന അന്വേഷണമാണ് കുട്ടിക്ക്. സോ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ്സുമായിട്ടുള്ള അമിതമായ കണക്ഷനാണ്. ദാറ്റ് മീൻസ് വി ആർ കണക്റ്റഡ് വിത്ത് ഗാഡ്ജറ്റ്സ് ബട്ട് നോട്ട് വിത്ത് എ ബേബി. ലൈക്ക് അപ്പോൾ അത് ഓക്കെ ആയാൽ, നമ്മുടെ പ്രസൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബോണ്ടിങ് കൃത്യമാകും. ഐ തിങ്ക് ഐ ഗിവ് ദ ആൻസർ. അപ്പോൾ അത് പിന്നീട് ഉള്ള ബന്ധത്തിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്.